നമസ്കാരം. കാത്തിരുന്ന മുനമ്പം വിഷയത്തിൽ ഹൈക്കോടതി വിധി വന്നു. മുനമ്പം പ്രദേശം വഖഫ് ഭൂമിയാണോ എന്നും മുനമ്പം വിഷയത്തിൽ അന്വേഷണ കമ്മീഷനെ വെക്കാൻ സർക്കാരിന് അധികാരം ഇല്ല എന്നുമുള്ള ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ ഹൈക്കോടതി അസ്ഥിരപ്പെടുത്തി. വിശേഷിച്ചിനി പ്രസക്തി ഒന്നുമില്ല എങ്കിലും മുനമ്പം കമ്മീഷന് തുടരാം. മുനമ്പം വിഷയത്തിൽ ഇടപെടുന്നതിനുള്ള നിയമപരമായ ഒരു അധികാരവും വഖഫ് ബോർഡിനോ അവർക്ക് അനുകൂലമായി തീരുമാനമെടുത്ത സിംഗിൾ ബെഞ്ചിനോ ഇല്ലെന്ന് ഹൈക്കോടതി. ഈ നിരീക്ഷണത്തിൽ നിന്ന് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി, ജസ്റ്റിസ് ശ്യാംകുമാർ എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രഖ്യാപിച്ചത്. വിധി വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ അപ്പീൽ പോകുമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണാവോ? ഒരു ഭൂമി വഖഫായി പ്രഖ്യാപിക്കുന്നതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആദ്യം സർവേ, പിന്നീട് ബന്ധപ്പെട്ട ആൾക്കാരുമായുള്ള കൂടിയാലോചനകൾ, ശേഷം റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് അത് സമർപ്പിക്കണം. തുടർന്നാണ് വഖഫ് ഭൂമിയായുള്ള സർക്കാർ പ്രഖ്യാപനം. എന്നാൽ ഇതൊന്നും തന്നെ മുനമ്പത്തിന്റെ കാര്യത്തിൽ നടന്നിട്ടേയില്ല. മുനമ്പത്തെ ഭൂമി വഖഫ് അല്ല എന്ന ഹൈക്കോടതി വിധിയിൽ അളവറ്റാനന്ദിക്കുന്ന മുനമ്പം ദേശവാസികളുടെ ആഹ്ലാദത്തോടൊപ്പമാണ് ഞാനും. പക്ഷേ വിധി കേട്ട് പല രാഷ്ട്രീയ പാർട്ടികളും മനപ്പായസം ഇറക്കുകയാണ്. എന്നാൽ BJPക്കാരുടെ തുള്ളിച്ചാടൽ എന്തുകൊണ്ടോ എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. പണ്ട് ശബരിമല യുവതീ പ്രവേശന സമയത്ത് ഇതുപോലെ തുള്ളിച്ചാടി കാലൊടിഞ്ഞതും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലെ വിജയമെന്ന മനപ്പായസത്തിൽ കോൺഗ്രസ് പാറ്റ വീണതും BJPക്കാർ മറന്നുപോയി എന്ന് തോന്നുന്നു. മുനമ്പം ദേശവാസികളുടെ ആശ്വാസത്തിന്റെ അളവറിയണമെങ്കിൽ, അല്ലെങ്കിൽ നെടുവീർപ്പിന്റെ കാരണമറിയണമെങ്കിൽ അവനവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ ഒരു തുണ്ട് ഭൂമിയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അന്യാധീനപ്പെടണം. എന്നിട്ട് ആ ഭൂമിയിൽ മറ്റൊരുവന്റെ ആശ്രിതത്വത്തിൽ കഴിയേണ്ടി വരണം. അത്തരം ഒരു ഗതികേടിലായിരുന്നു മുനമ്പം ദേശവാസികൾ. മുഹമ്മദ് സിദ്ദിഖ് സേട്ട് എന്ന വ്യക്തി 69 വർഷം മുമ്പ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് സമ്പൂർണ്ണ ക്രയവിക്രയ അവകാശങ്ങളോടെ ഇഷ്ടദാനമായി നൽകിയ ഭൂമി പിന്നീട് അവരിൽ നിന്ന് വിലയാധാരം ചെയ്തു വാങ്ങുകയായിരുന്നു മുനമ്പം നിവാസികൾ. ആ ഭൂമിയാണ് 2019 സെപ്റ്റംബർ 25 വഖഫായി പ്രഖ്യാപിച്ചത്. അന്നു മുതൽ ഉള്ളുപിടഞ്ഞ് ജീവിക്കുകയായിരുന്നു ഈ പ്രദേശത്തുകാർ. അതിന് അന്ത്യമാണ് ഹൈക്കോടതി വിധിയോടെ വന്നിരിക്കുന്നത്. സമ്പൂർണമായി അല്ലാഹുവിൽ സമർപ്പിക്കപ്പെടുന്ന ഭൂമിയാണ് വഖഫ് ഭൂമി. അങ്ങനെ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ സ്വത്തിൽ മറ്റാർക്കും യാതൊരു അവകാശവുമില്ല, കൈമാറ്റം ചെയ്യാനും കഴിയില്ല. ഇഷ്ടദാനമായി ഫറൂഖ് കോളേജിന് നൽകിയത് കൊണ്ടാണ് വഖഫ് ആധാരമായി കണക്കാക്കാനാകില്ല എന്ന് കോടതി വിലയിരുത്തിയത്. സ്ഥിരമായ ഒരു വ്യവസ്ഥ ആയിട്ടല്ല, മറിച്ച് ഏതെങ്കിലും സാഹചര്യത്തിൽ ഭൂമി ബാക്കി വരുന്ന പക്ഷം തൻ്റെ പിൻതലമുറക്കാർക്ക് കൈമാറ്റം ചെയ്യണം എന്ന വ്യവസ്ഥയോടെയാണ് വഖഫ് ഭൂമി ഫറൂഖ് കോളേജിന് കൈമാറിയത്. തിരിച്ചെടുക്കാമെന്ന ഉപാധിയോടെയുള്ള കൈമാറ്റം വഖഫ് രീതിയല്ല. അതായത് ഈ ഭൂമി സ്ഥിരമായ ഒരു സമർപ്പണമല്ല എന്നർത്ഥം. വഖഫ് കൈമാറ്റവുമായി പൊരുത്തപ്പെടുന്ന ഒന്നല്ല ഇത്തരത്തിലുള്ള ക്രയവിക്രയം. ഒരേ സമയം വഖഫ് ഭൂമിയുടേതും ഫറൂഖ് കോളേജിൻ്റെതും എന്നത് പരസ്പര വിരുദ്ധമായ ഒന്നാകുന്നതും ഇതുകൊണ്ടാണ്. തൊട്ടാൽ പൊള്ളുന്ന വിഷയമായതിനാൽ മറ്റേതിലും എന്ന പോലെ മുനമ്പം വിഷയത്തിൽ കരയിലും വെള്ളത്തിലും അല്ലാത്ത നിലപാടെടുത്ത് അവസരവാദ രാഷ്ട്രീയം കളിക്കുകയായിരുന്നു LDFും UDFും. ഈ കളിക്കളത്തിലേക്കാണ് പിന്തുണയുമായി BJP ഇടം പിടിച്ചത്. സർക്കാർ നിയമിച്ച മുനമ്പം കമ്മീഷന്റെ റിപ്പോർട്ട് ഹൈക്കോടതി ശരിവച്ച സാഹചര്യത്തിൽ ഈ ഭൂമിയുടെ വിജ്ഞാപനം പിൻവലിച്ച് സ്വന്തം ഭൂമിയിലുള്ള ക്രയവിക്രയ അവകാശം മുനമ്പത്തെ ആൾക്കാർക്ക് പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നതിലേക്കുള്ള നടപടികൾ സർക്കാർ ആരംഭിക്കും എന്ന് കരുതാം. കൈ നനയാതെയുള്ള നേട്ടങ്ങൾ കൊയ്യാൻ ഇടതുപക്ഷത്തിനെ ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. അവനവന്റെ വിയർപ്പിന്റെ പണം കൊണ്ട് വാങ്ങിയ ഭൂമിയിൽ മറ്റാരുടെയെങ്കിലും ഔദാര്യത്തിൽ ജീവിക്കുക എന്ന പരമദയനീയമായ അവസ്ഥയിലായിരുന്നു മുനമ്പം നിവാസികൾ. മുനമ്പത്തെ ഭൂമി വഖഫായി പ്രഖ്യാപിച്ച രീതിയെ പോലും കോടതി വിമർശിക്കുക കൂടി ചെയ്തു. വഖഫ് ബോർഡിന് ഉപരിയായി വഖഫ് അമെൻഡ്മെന്റ് ആക്ടിൽ ജുഡീഷ്യൽ പരിശോധനയ്ക്കുള്ള സാധ്യതകളും ഉള്ള സ്ഥിതിക്ക് തർക്ക വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയാവുന്നതായിരുന്നില്ലേ? ഇതാണ് വഖഫ് പ്രഖ്യാപന രീതിയെങ്കിൽ ഏതെങ്കിലും ഒക്കെ രേഖകൾ കാട്ടി താജ്മഹലും ചെങ്കോട്ടയും നിയമസഭാ മന്ദിരവും സെക്രട്ടേറിയറ്റും ഹൈക്കോടതി കെട്ടിടങ്ങളും വഖഫായി പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലാണല്ലോ എന്നും ഭാരതം പോലെ ഒരു മതനിരപേക്ഷ രാജ്യത്ത്
ഇപ്രകാരമുള്ള വിചിത്ര അധികാരം അനുവദിച്ചു കൊടുക്കാനാകില്ല എന്നും കോടതി വ്യക്തമാക്കി. ആരെങ്കിലും ഒരാൾ കൈവശം വച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി വഖഫ് ആയി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ സുതാര്യതയില്ലെങ്കിൽ അത് പരിശോധിക്കാനുള്ള അവകാശവുമുണ്ട്. പുതിയ അമെൻമെന്റ് ആക്ട് വന്നതുകൊണ്ടാണ് മുനമ്പത്തുകാർക്ക് ഇത്തരത്തിൽ ഒരു വിധി സമ്പാദിക്കാനായതും. അല്ലെങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യത 100% തന്നെ ഇല്ലായിരുന്നു എന്നതാണ് സത്യം. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനികളുടെയും മാത്രമല്ല മുസ്ലിം സമുദായ അംഗങ്ങളുടെ പോലും ഭൂമി വഖഫായി പ്രഖ്യാപിക്കപ്പെട്ടതിനെതിരെ പല സമുദായങ്ങളിൽ നിന്ന് പോലും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും നാം മനസ്സിലാക്കണം. ഒരാൾ സ്വന്തം വിയർപ്പിന്റെ ഫലമായി സമ്പാദിച്ചവ മാത്രമേ അല്ലാഹുവിൽ സമർപ്പിക്കാൻ കഴിയുള്ളൂ എന്നിരിക്കെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ സമ്പാദിച്ച ഭൂമി എങ്ങനെ ദൈവത്തിൽ സമർപ്പിക്കാനാകും എന്ന ചോദ്യമാണ് സമൂഹ മധ്യത്തിൽ ഉയരുന്നത്. BJP ഈ വിഷയം ഏറ്റെടുത്തതോടെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായി സംയുക്ത പ്രമേയം പാസാക്കിയവരാണ് LDFും UDFും. ഇപ്പോഴത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയെയും LDF UDF നിലപാടുകളെയും ചേർത്ത് വച്ച് താരതമ്യം ചെയ്താൽ ഇവരുടെ തനി നിറം അളക്കാവുന്നതേയുള്ളൂ. തന്ത്രപരമായ സമീപനങ്ങളാണ് വഖഫ് കാര്യത്തിൽ മുനമ്പൻ നിവാസികളോട് LDFും UDFും കാട്ടിയത്. കൈമാറ്റത്തിനുള്ള അവകാശം ഉൾപ്പെടെ ഉണ്ടെന്നും ആരെയും ഇറക്കിവിടില്ലെന്നും ഒക്കെ പറഞ്ഞവരാണിവർ. ബാക്കി ജോലികൾ BJPക്കാർ ചെയ്തുകൊള്ളുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാകണം അവർ അന്ന് അപ്രകാരം പറഞ്ഞത്. അവരെ അങ്ങനെ അങ്ങ് കുറ്റം പറയാനും ആകില്ല. നേട്ടം ലക്ഷ്യമിട്ടുള്ള വോട്ടു രാഷ്ട്രീയത്തിന്റെ പരിചയസമ്പന്നതയുടെ പേരിലാകണം മുനമ്പം വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ അത്തരമൊരു നിലപാടെടുത്തിട്ടുണ്ടാവുക. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്നും പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞിരുന്നവരുടെ മുഖത്തേറ്റ അടികൂടിയാണ് ഹൈക്കോടതി വിധി. ഈ സത്യം വിളിച്ചു പറയാൻ മടിച്ച കേരളത്തിലെ മറ്റു നേതാക്കൾക്കും ഹൈക്കോടതി വിധി തിരിച്ചടിയാണ്. വിധി വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ നിയമപരമായ ഒരു സെറ്റിൽമെന്റിലൂടെ പൂർണ്ണമായ ക്രയവിക്രയ അവകാശത്തോടെ ഭൂമിയിന്മേലുള്ള അവകാശം സ്ഥാപിക്കാനുള്ള അവസരം ഒരുക്കുന്നതാണ് ഹൈക്കോടതി വിധി. ഇതിനായി അവർക്കിനി അധികാരികളെയും സർക്കാരിലും സമീപിക്കാം. റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടാനുള്ള അധികാരത്തിനായി അവർ സർക്കാരിനെയും ബന്ധപ്പെട്ട അധികാരികളെയും ബന്ധപ്പെടുകയാണ് ഇനി വേണ്ടത്. നാളിതുവരെ വഖഫ് ഭൂമിയുടെ പേരിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ 2019 അവകാശം ഉന്നയിച്ച വഖഫ് ബോർഡിന്റെ അവകാശവാദം പോലും ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തകർന്നു വീഴുകയായിരുന്നു. അതുകൊണ്ടാണ് യുക്തിരഹിതമായ ഏകപക്ഷീയ നിയമവിരുദ്ധ തീരുമാനമെന്ന് ഹൈക്കോടതി ബോർഡിന്റെ തീരുമാനത്തെ വ്യാഖ്യാനിച്ചത്. ഏറെ നാളത്തെ ആശങ്കയും അനിശ്ചിതത്വവുമാണ് ഇതോടെ ഒഴിയുന്നത്. ഫലേച്ഛ കൂടാതെയുള്ള നിഷ്കാമകർമ്മം എന്ന നിലയിൽ വേണം BJPക്കാർ മുനമ്പത്തു നടത്തിയ ഇടപാടുകളെ കാണേണ്ടത്. അല്ലാതെ ക്രിസ്തീയ സമുദായത്തിന്റെ വോട്ട് ഇതോടെ BJPക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. രാഷ്ട്രീയമായി വഴിമാറി ചിന്തിക്കും എന്നത് അത്തരത്തിൽ നടന്ന ശേഷം മാത്രമേ ഉറപ്പിക്കാനാകൂ എന്നാണ് എൻ്റെ പക്ഷം. കന്യാസ്ത്രീകൾക്കും പള്ളികൾക്കും നേരെയുള്ള ആക്രമണമോ മുനമ്പം വിഷയമോ മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള എന്ത് അനീതിയോ എന്തു തന്നെയോ ആകട്ടെ, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ അത്തരം ചെയ്തികളെ മുഖം നോക്കാതെയും പാർട്ടിയോ ജാതിയോ മതമോ നോക്കാതെയും എതിർക്കുക തന്നെ വേണം. വോട്ട് ലഭിക്കും എന്ന പ്രതീക്ഷ BJP വച്ചുപുലർത്തിയാൽ അത് കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ ശരിയായി കൊള്ളണം എന്നില്ല. കേരളത്തിലെ മുസ്ലിം നേതാക്കൾ BJPയുമായി ഏതെങ്കിലും തരത്തിൽ വിലപേശലിന് പ്രത്യക്ഷത്തിൽ നാളിതുവരെ മുതിർന്നിട്ടില്ല. അവരുടെ എതിർപ്പ് അവർ പരസ്യമായി തന്നെ പറയുന്നുമുണ്ട്. എന്നാൽ BJP എന്നല്ല മറ്റ് ഏത് രാഷ്ട്രീയക്കാരോടും വിലപേശൽ രാഷ്ട്രീയമാണ് ക്രിസ്തീയ സമുദായങ്ങൾക്ക് മുൻതൂക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നാളിതുവരെ നടത്തിയിട്ടുള്ളത്. റബ്ബറിന്റെ താങ്ങുവിലയുടെ കാര്യത്തിലായാലും മറ്റ് ഏത് വിഷയത്തിലായാലും നാളിതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം വോട്ട് ഫോർ ബെനിഫിറ്റ് തത്വത്തിൽ അധിഷ്ഠിതവുമാണ്. ശബരിമല യുവതീ പ്രവേശന കാലത്ത് മണ്ണും ചാരി നിന്ന UDFകാർ കൊണ്ടുപോയത് 19 സീറ്റുകളാണ്. ജയിക്കാനല്ലല്ലോ മത്സരിച്ചത് എന്ന മട്ടിൽ BJPയും. അന്ന് പഠിച്ച പാഠമാണ് CPMനെ അയ്യപ്പ സംഗമത്തിലേക്ക് നയിച്ചതും. അവർ പെട്ടെന്ന് പാഠം പഠിക്കും. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ആനുകൂല്യം തങ്ങൾക്ക് അനുകൂലമാക്കാൻ വരും ദിവസങ്ങളിൽ പരിചയസമ്പന്നരായ LDF കാര്യങ്ങൾ മെനയും. മിച്ചമുള്ളത് കുത്തിപ്പറിക്കാനാണ് മറ്റുള്ളവർക്ക് വിധി.